This side video ഇട്ടിട്ട് സോ ഇതൊരു ലോങ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ടുഡേസ് ടോപ്പിക് ഈസ് പ്രോഡക്റ്റ് എംപ്റ്റീസ്. കുറെ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നുണ്ട്, ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ റീപർച്ചേസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ പ്രോഡക്റ്റ് എംപ്റ്റീസ് ഏതൊക്കെയാന്ന് നോക്കാം. ഒരു കൊറിയൻ പ്രോഡക്റ്റ് ആണ്. ഞാൻ കൊറിയൻ പ്രോഡക്റ്റിന്റെ ഭയങ്കര വലിയ ഫാനാണ്. ഞാൻ എത്രത്തോളം കൊറിയൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന കൊറിയൻ പ്രോഡക്ട്സ് ആണ്, കാരണം നല്ലപോലെ റിസൾട്ട് കിട്ടും. ബട്ട് ദ ഓൺലി തിങ് ഇസ് ഇറ്റ്സ് എക്സ്പെൻസീവ് ആൻഡ് യു ഷുഡ് ബി കൺസിസ്റ്റന്റ്. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്, ആൻവ ഹാർട്ട്ലി പോർ കൺട്രോൾ ക്ലെൻസിങ് ഓയിൽ. എം ടി ആയെന്ന് മാത്രമല്ല, ഇതെന്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ട് അതിന്റെ നോസിൽ പൊട്ടിപ്പോയി. റീപർച്ചേസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വിത്തൗട്ട് ഈവൻ തിങ്കിങ് ട്വൈസ്. സെയിം ഞാൻ ഓൾറെഡി മേടിച്ചു കഴിഞ്ഞു. ഇറ്റ്സ് എ ഹിറ്റ് ഫോർ മീ. സോ യാ, സെക്കൻഡ് പ്രോഡക്റ്റ് എം ടി എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസർ ആണ്. ക്വെഞ്ച് ബൊട്ടാനിക്സിന്റെ അൾട്രാ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിനകത്ത് എന്നെ കൂടെ ക്ലിയർ ആയിട്ട് കാണാം. അതിലൊരു കുഞ്ഞു ഡ്രോപ്പ് പോലും ഇല്ല. ഞാൻ അതിനെ മാത്രം ഇത് വടിച്ചെടുത്ത് യൂസ് ചെയ്തു. ഞാൻ എന്റെ ഹസ്ബൻഡ് സെയിം പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഓയിലി സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതായിരിക്കും, കാരണം ഒട്ടും ഹെവി ഫീൽ ഇല്ല. ഇപ്പൊ ഈ ഒരു സമ്മറിൽ ഈ ചൂടത്തെ പോലും ഉപയോഗിച്ചിട്ട് ഭയങ്കര ഒരു ഹെവി ഫീൽ ഒന്നും ഇല്ല എനിക്ക്. മിസ് or is it a hit എന്ന് വെച്ചാൽ it's definitely a hit because I got my second bottle. ഞാൻ അതിന്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ ഒരു ചെറിയ ഫ്രേഗ്രൻസ് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ഓവർ പവറിങ് അല്ല. കണ്ടോ, ഭയങ്കര ഉണ്ടോ, ഇറ്റ്സ് ലൈക്ക് വാട്ടർ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ടെക്സ്ചർ ആണ്. ഇതുണ്ട് ഫുള്ളി അബ്സോർബ്ഡ് ആയി, ഒട്ടും ഹെവിനെസ് ഫീൽ ചെയ്തില്ല. കൊറിയൻ പ്രോഡക്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഇപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കൂടുതൽ തള്ളേണ്ട കാര്യമില്ല. മൾട്ടി പർപ്പസ് പ്രോഡക്റ്റ് ആണ്. സെന്റൻസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഏത് പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇറ്റ്സ് ഡി ആൽബ ഫസ്റ്റ് സ്പ്രേ സിറം. ഞാനത് കംപ്ലീറ്റ്ലി ഉപയോഗിച്ച് തീർത്തു. ഫുള്ള് തീർന്നു, ഒരു ഡ്രോപ്പ് പോലും ബാക്കിയില്ല. അല്ല, ഒരു ഡ്രോപ്പ് ബാക്കിയുണ്ട്, പക്ഷെ ഇത് എടുക്കാൻ പറ്റുന്നില്ല. ഈ റീപർച്ചേസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം സ്കിൻ കെയർ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം. മേക്കപ്പിന്റെ ഇടയ്ക്ക് മിസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഓൺ ടോപ്പ് ഓഫ് മേക്കപ്പ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം. അപ്പൊ ഭയങ്കര കിടിലം പ്രോഡക്റ്റ് ആണ്. ഇസ് ഇറ്റ് എ ഹിറ്റ് ഓർ ഇസ് ഇറ്റ് എ മിസ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഹിറ്റ്. ഐ ബോട്ട് മൈ സെക്കൻഡ് ബോട്ടിൽ ഓൾറെഡി. ഡെഫിനറ്റ്ലി റീപർച്ചേസ് ആണ്. അടുത്ത പ്രോഡക്റ്റ് എം ടി എന്ന് പറയുന്നത് ഫോക്സ്ടെയിലിന്റെ സൺസ്ക്രീൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഹിറ്റ്. യപ്പ്, ഈ വീട്ടിൽ ഇതിന്റെ എത്ര ബോട്ടിൽ കിടപ്പുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. വീണ്ടും വീണ്ടും വാങ്ങി റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിനെ ഞങ്ങൾ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. നെക്സ്റ്റ് ഒരു ലിപ് ബാം ആണ്, ഷ്കെയറിന്റെ സെറമൈഡ് ലിപ് ബാം. ദിസ് ഇസ് ദ ടിൻറ്റഡ് വേർഷൻ. ഇറ്റ് ഹാസ് SPF 50. അപ്പൊ നമുക്ക് സൺ പ്രൊട്ടക്ഷനും കിട്ടും. കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ദ തിങ് ഈസ്, എന്റെ ബേബി ഇതെടുത്തു. അവന് ഈ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം പോലുള്ള സാധനങ്ങൾ ഭയങ്കര ക്രേസ് ആണ് കേട്ടോ കളിക്കാൻ. അപ്പം ആശാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യല്ല, കൈയിട്ടിങ്ങനെ കുത്തി, വിരലിട്ടിങ്ങനെ കുത്തി ആശാൻ അത് നശിപ്പിക്കും. അപ്പൊ അങ്ങനെ ഇതിനെ കൊല വിളിച്ച് വെച്ചിരിക്കുന്ന സീനാണ് നമ്മളിപ്പോ കാണുന്നത്. അല്ലെങ്കിൽ ഇതിപ്പോ എനിക്ക് എങ്ങനെ പോയാലും ഒരു മാസം കൂടെ ഓടിയേനെ. അപ്പം ഇതൊരു റീപർച്ചേസ് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആണ്. ഞാൻ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല, കാരണം ഇത് തീർന്നിട്ട് മതി, പൊട്ടിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. വെരി നൈസ്. എന്റെ ലിപ്സിന്റെ പിഗ്മെന്റേഷൻ ഒക്കെ കുറയാൻ ഒരുപാട് എന്നെ സഹായിച്ച ഒരു സാധനമാണ്. എന്റെ ഡ്രൈനെസ് ഒക്കെ കുറഞ്ഞു. പിന്നെ കുറച്ച് നാളായിട്ട് തിരക്കിലാണ്, കുറച്ച് വേറെ പല കാര്യങ്ങളിൽ തിരക്കിലാണ്. അതിന്റെയൊക്കെ ന്യൂസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പതുക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പം റെഗുലർലി വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്തത്. പ്രോഡക്റ്റ് എംപ്റ്റീസ്, വെദർ ഐ വുഡ് റീപർച്ചേസ് ഇറ്റ് ഓർ നോട്ട്, അതായിരുന്നു ഇന്നത്തെ ടോപ്പിക്. അപ്പൊ ഞാൻ ഇന്ന് കാണിച്ച 5 പ്രോഡക്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ആണ്. ഞാൻ ഡെഫിനറ്റ്ലി റീപർച്ചേസ് ചെയ്യും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം എൻ്റെ അടുത്ത് പറയാം. അതല്ല, നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. വേറെ വീഡിയോയിൽ കാണാം. ബൈ.